രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര നാൾ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗർഭഛിത്രം നടത്തിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ക്രിമിനൽ മനസ്ഥിതിയാണ്. പ്രകോപിതനായി എന്തെങ്കിലും വിളിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ രീതി ശരിയല്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. VD സതീശന്റെ വെല്ലുവിളിയെയും മുഖ്യമന്ത്രി ചിരിച്ചു തള്ളി. അതേസമയം തങ്ങളെ പഠിപ്പിക്കാൻ മുഖ്യമന്ത്രി വരേണ്ടെന്നും സ്വയം പോയി കണ്ണാടി നോക്കിയാൽ മനസ്സിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. മന്ത്രിസഭയിൽ ലൈംഗികാരോപണത്തിൽ 2 പേർ ഉണ്ടെന്നും സതീശൻ തിരിച്ചടിച്ചു. പ്രതികരണങ്ങൾ കേൾക്കാം. ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ. എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ടതില്ല. ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ്. ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. ആരോപണം ഉന്നയിച്ച പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട ആൾ അത് പോലീസിന് കൊടുക്കാതെ ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട്. ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. എന്നിട്ട് ഒരു പരാതിയില്ലാതെ FIR ഇല്ലാതെ ധാർമ്മികതയുടെ പേരിൽ നടപടി സ്വീകരിച്ച ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ച ഇന്ത്യയിലുണ്ടാവില്ല ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ്. പിണറായി വിജയനെ പോലെ മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട, ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ മതി. കെ സജീഷ് ചേരുന്നു. സജീഷ്, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊന്ന് VD സതീശനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ പറയുന്നതാണ്. പ്രകോപിതനായി അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയും വരുന്നു. ഇതിപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. റോഷ്നി, അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പരസ്പരം ഏറ്റുമുട്ടിയത്. 2 പേരും അതിശക്തമായ വാദമുഖങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം, ആദ്യം മുഖ്യമന്ത്രിയാണ് വാർത്താ സമ്മേളനത്തിൽ VD സതീശനെതിരെ രംഗത്ത് വന്നത്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്നാണ് പരോക്ഷമായിട്ടെങ്കിലുമുള്ള വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ്. രാഷ്ട്രീയത്തിന് അതിൻ്റെതായ മാന്യതയും ധാർമ്മികതയും ഉണ്ട്. എന്നാൽ അത് നഷ്ടപ്പെടുന്നു എന്നൊരു മനോവിധ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. ചിലർ തെറ്റായ നിലയിൽ പ്രൊമോട്ട് ചെയ്ത് ചിലർ ഉയർന്നു വരുന്നു എന്ന വാദവും കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. ഒരു പ്രതിപക്ഷ നേതാവാകട്ടെ പ്രകോപിതനായി ഈ വിഷയത്തിൽ എന്തെല്ലാമോ വിളിച്ചു പറയുകയാണ്. മുതിർന്ന നേതാക്കളുമായി ആശയ വിനിമയത്തിന് അദ്ദേഹം തയ്യാറായില്ല. അവരുമായി ആശയവിനിമയം നടത്തിയ ശേഷം മാത്രമായിരുന്നു അദ്ദേഹം പ്രതികരിക്കേണ്ടിയിരുന്നത്. പൊതുപ്രവർത്തനത്തിനും രാഷ്ട്രീയത്തിനും അപമാനം ഉണ്ടാക്കുന്നവരെ സംരക്ഷിക്കുന്ന രീതിയാണ് VD സതീശന്റെ ഭാഗത്തുണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ഒരു രീതി ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തും ഉണ്ടാവരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിന് മറുപടിയാണ് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 2 മണിയോടുകൂടി വാർത്താ സമ്മേളനം നടത്തി VD സതീശൻ മറുപടി നൽകിയത്. അദ്ദേഹം മുഖ്യമന്ത്രി നൽകിയ ഉപദേശത്തെ പരിഹസിച്ച് തള്ളുകയാണ് ഉണ്ടായത്. എന്തെങ്കിലും ധാർമ്മികത ഇത്തരം ഉപദേശം തരാൻ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത്, ലൈംഗിക അപവാദ കേസിൽപ്പെട്ട സഹപ്രവർത്തകരെ, നേതാക്കളെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു നേതാവും ഒരു മുഖ്യമന്ത്രിയും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. തനിക്ക് ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട 2 മന്ത്രിമാർ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഉണ്ട്. ഒപ്പം തന്നെ CPMന്റെ മുതിർന്ന നേതാവിനെതിരെയും ലൈംഗിക ആരോപണം ഉയർന്നിട്ടുണ്ട്. അയാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈ ഉയർത്തുന്ന ഒരു MLA റേപ്പ് കേസിൽപ്പെട്ട ആളാണ്. ഇങ്ങനെ ഒട്ടേറെ ഇത്തരം പീഡന പരാതികൾ എതിരായി ഉയർന്ന ഒട്ടേറെ നേതാക്കളെയും സഹപ്രവർത്തകരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉപദേശത്തിന് നന്ദി. അദ്ദേഹം തനിക്കെതിരെ ഒരു വിരൽ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ 4 വിരൽ തിരിച്ചു വരും എന്ന കാര്യം ഓർക്കണമെന്നും സതീശൻ പറഞ്ഞു. പരസ്പരം വാക്പോരിലേക്ക് എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്.